അധികം പോപ്പുലർ അല്ലാത്ത വയനാട്ടിലുള്ളൊരു അടിപൊളി ഹിൽ സ്റ്റേഷനാണ് ഈ കാണുന്നത്. എന്താണെന്നറിയില്ല, ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് പോലും, വാഹനം ഏറ്റവും ടോപ്പിൽ വരെ എത്തും എന്നുണ്ടായിട്ട് പോലും ഒരുപാട് സഞ്ചാരികൾ ഇങ്ങോട്ട് വരാറില്ല എന്നുള്ളതാണ് സത്യം. വൈകുന്നേരം കൂടി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാ സ്ഥലവും കോട കൊണ്ട് മൂടും. ഇത്രയും ഭംഗിയുള്ള വയനാടിൻ്റെ വാഗമൺ എന്നറിയപ്പെടുന്ന മുനീശ്വരൻ കുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ പതിവ് പോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിതാ ഇപ്പോൾ ഉള്ളത് വയനാട്ടിലെ മാനന്തവാടിയിലാണ്. ഈ കാണുന്നതാണ് മാനന്തവാടി ഗാന്ധി പാർക്ക്. ഈ ഗാന്ധി പാർക്കിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോകുന്നതാണ് തലപ്പുഴയ്ക്കുള്ള വഴി. ഈ തലപ്പുഴയ്ക്കുള്ള വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണൂരേക്കും അതുപോലെ തന്നെ കൊട്ടിയൂർ അമ്പലത്തിലേക്കൊക്കെ പോകുന്ന അതേ സെയിം റൂട്ടാണ്. കോഴിക്കോട് സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഈ മാനന്തവാടി ടൗൺ കഴിഞ്ഞിട്ടാണ് തലപ്പുഴയ്ക്ക് പോകേണ്ടത്. നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വരികയാണെങ്കിൽ തലപ്പുഴ കഴിഞ്ഞിട്ടായിരിക്കും മാനന്തവാടി വരിക. ഇപ്പോൾ വയനാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ റോഡുകളും അടിപൊളി റോഡായിട്ടുണ്ട്. ഈ റോഡ് പണിയും ഈ അടുത്താണ് കഴിഞ്ഞത്. പോകുന്ന വഴിയിൽ തലപ്പുഴ എത്തുന്നതിന് തൊട്ട് പിന്നതാ ഈ കാണുന്ന ചെറിയൊരു ഹോട്ടൽ കണ്ടു. നല്ലൊരു ചായ കുടിച്ചിട്ടാവാം ഇനി അങ്ങോട്ടുള്ള പോക്കും തീരുമാനിച്ചു. പഴയ കാലഘട്ടത്തിലേക്ക് നോക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഈ ഒരു കടയ്ക്ക്. പലകയൊക്കെ വെച്ചിട്ട് നല്ലൊരു രസമുള്ളൊരു ഹോട്ടലായിരുന്നു അവിടെ. കണ്ടില്ലേ, പഴമൊക്കെ കെട്ടിത്തൂക്കി നല്ല ചൂട് ഉണ്ടംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. പഴയൊരു കാലഘട്ടം പോലെ തന്നെ ഉള്ളിലൊക്കെ നല്ലൊരു ഇരുട്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു ചായയും കുടിച്ച് അടിപൊളി ഒരു ഉണ്ടംപൊരിയും കഴിച്ചിട്ട് നമ്മുടെ തലപ്പുഴ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. തലപ്പുഴ ടൗൺ കഴിഞ്ഞൊരു 1/2 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മുനീശ്വരൻ കുന്നിലേക്ക് തിരിയാനുള്ളത് ഈ ഒരു ഡീവിയേഷനിലേക്ക് എത്തും. ഇവിടെ മുനീശ്വരൻ കുന്നിലേക്ക് പോകാനുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഴി തെറ്റത്തൊന്നുമില്ല. ഈ ഒരു റോഡ് പണിയും ഈ അടുത്താണ് കഴിഞ്ഞത്. ഇതും കിട്ടില്ല റോഡായിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു മെയിൻ റോഡങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് കയറുകയാണ്. നല്ല ഭംഗിയാണ് ഇങ്ങനെ പച്ച വിരിച്ച് നിൽക്കുന്ന ഗ്രാമത്തിൻ്റെ നടുവിലൂടെ പോകാൻ വേണ്ടിയിട്ട്. ഗ്രാമം എന്ന് ഉദ്ദേശിക്കുന്നത് മലയോര ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ മൊത്തം തേയിലകളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ഭംഗിയുള്ള സ്ഥലമാണിത്. കാര്യം ഞങ്ങൾ മഴക്കാലത്താണ് പോയതെങ്കിലും മഴയൊന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഈ ഒരു ഏരിയ എത്തുമ്പോഴേക്ക് കംപ്ലീറ്റ് തേയില എസ്റ്റേറ്റായി. ഇനി അങ്ങോട്ട് കുത്തനെ കയറ്റവും അതുപോലെ തന്നെ 2 സൈഡിലും തേയില എസ്റ്റേറ്റുമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡൊക്കെ ഇപ്പോൾ അടിപൊളിയാണ്. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലം നോട്ട് ചെയ്ത് വെച്ചോ, നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണിത്. കാരണം ഇവിടെ എത്തുന്നതോട് കൂടി തന്നെ നമുക്ക് മുനീശ്വരൻ കുന്നിൻ്റെ ഒരു വൈഡ് വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. മുന്നിൽ ആ കാണുന്ന വലിയൊരു മലയുണ്ടല്ലോ, അതാണ് മുനീശ്വരൻ കുന്ന്. അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടതും അതിൻ്റെ ടോപ്പിൽ വരെ വണ്ടി എത്തുമെന്നുള്ളതാണ്. ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ വേറെ ലെവലാണ്. സ്ട്രെയിറ്റ് റോഡാണ്, അതേപോലെ തന്നെ നല്ലൊരു വ്യൂ ആണ്. ഈ റോഡിന് ചുറ്റുമായിട്ട് കംപ്ലീറ്റ് ടീ എസ്റ്റേറ്റാണ്. ഈ കാണുന്നതെല്ലാം അവിടെയാണ്. നമുക്ക് ഈ റോഡിൽ വണ്ടി നിർത്തിയിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ നടന്ന് കയറാനൊക്കെ പറ്റും, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഈ റോഡിലൂടെ നമ്മൾ പോയി കുറച്ചുകൂടി മുന്നോട്ടെത്തി കഴിയുമ്പം ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്തും. അവിടെ വേറൊരു ബോർഡ് വെച്ചേക്കുന്നത് കാണാൻ പറ്റും, മുനീശ്വരൻ കുന്ന് എന്നുള്ളത്. ഈ ഒരു ഗേറ്റ് കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. കോൺക്രീറ്റ് ചെയ്ത റോഡെന്ന് മാത്രമല്ല, വളരെ കുത്തനെയാണ് ഈ ഒരു റോഡ്. ഇനി ഞാൻ പറയുന്നത്, അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് മാത്രമേ ഇവിടുന്ന് വണ്ടി എടുക്കാൻ പാടുള്ളൂ. കാരണം വളരെ വീതി കുറഞ്ഞ റോഡാണ്, നല്ല കുത്തനെയാണ്, ഹെയർ പിൻ ബെൻഡുകളും വരും. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പം നമ്മൾ കയറ്റത്തിൽ വണ്ടി നിർത്തിയിട്ട് കറക്റ്റ് ചവിട്ടി എടുക്കാൻ വേണ്ടി പഠിച്ചാൽ മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ മൊത്തം ബ്ലോക്ക് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഡ്രൈവേഴ്സ് മാത്രമേ ഇവിടുന്ന് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പം ചവിട്ടി നിർത്തിയിട്ട് ബാക്കോട്ട് വണ്ടി പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെ മാനന്തവാടിയിൽ നിന്ന് ഏറെക്കുറെ 15 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് നമ്മൾ മുനീശ്വരൻ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്.
കാറും ബൈക്കൊക്കെ വളരെ ഈസി ആയിട്ട് കയറിപ്പോരും. അതുകൊണ്ട് ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണിത്. പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമാണ്. വിശാലമായി കിടക്കുകയാണ് ഇങ്ങനെ മൈതാനം പോലെ. എവിടെ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം. അങ്ങനെ ഈ താഴത്തെ വഴി കൂടെ നമ്മൾ വന്നിട്ട് കുത്തനെ മുകളിലേക്ക് കയറിയിട്ട് ആ കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ സെറ്റപ്പൊക്കെ ഇപ്പോഴാണ് ഇത്ര അടിപൊളിയാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. പണ്ട് വളരെ ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. മുതിർന്ന ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് 30 രൂപയാണ് ചാർജ്. ഇവിടെയുള്ളൊരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൺലൈൻ വഴി മാത്രമേ പേയ്മെൻറ്റ് എടുക്കുകയുള്ളൂ. അതായത് ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെ വല്ലതും. അല്ലാണ്ട് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുക്കത്തില്ല. നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള കാര്യം എനിക്കൊരു ധാരണയും കിട്ടുന്നില്ല. അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും റൈറ്റിലേക്ക് ഒരു 200 മീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻറ്റും ലെഫ്റ്റിലേക്ക് ഒരു 800 മീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിൻറ്റിലേക്കാണ് എത്തുക. നമ്മൾ ആദ്യം റൈറ്റിലേക്ക് കുറച്ച് ദൂരം പോയിട്ടുള്ള ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ആ കാണുന്ന അവിടം വരെ എത്തിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ഫാമിലി വരികയാണെങ്കിലും ചെറിയ കുട്ടികൾ വരികയാണെങ്കിൽ പോലും നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റും. മറ്റേ വ്യൂ പോയിന്റിലേക്കും 800 മീറ്ററേ ഉള്ളൂ. അങ്ങോട്ട് പോകണം നിർബന്ധമില്ല. പോയാൽ അടിപൊളി കാഴ്ചകളാണ് കാണാനുള്ളത്. ഈ കാണുന്നതാണ് മുനീശ്വരൻകുന്നിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ നിലയ്ക്കാത്ത കാറ്റാണ്. എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ശക്തമായ കാറ്റടിച്ചുകൊണ്ടേയിരിക്കും. കിട്ടിലൊരു ഫീലാണ് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ. താഴ്വാരത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് ബെഞ്ചുകളുണ്ട് ഇവിടെ. അതിൽ പോയി ഇരിക്കാനും കുറേ ഫോട്ടോയൊക്കെ എടുക്കാനും ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി മുകളിലേക്ക് നടക്കുകയാണ്. ഇതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ മറ്റൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. മേഘങ്ങൾ ഇങ്ങനെ പോയിട്ട് വെയിലിങ്ങനെ മാറി വരുന്നത് നമുക്ക് നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല കിടിലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കാഴ്ച കാണാൻ. എന്തൊരു ഫീലാണല്ലേ ഈ ഒരു ഫ്രെയിമൊക്കെ കാണാൻ. ഈ കാണുന്ന ബെഞ്ചിൽ നിന്ന് ഒരു 50 മീറ്റർ മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൻ്റെ ടോപ്പിലെത്തി. ലെഫ്റ്റ് സൈഡിൽ വിശാലമായി കിടക്കുന്ന മലനിരകളും റൈറ്റ് സൈഡിലേക്ക് താഴ്വാരവുമാണ് കാണാൻ പറ്റുക. റൈറ്റിലേക്ക് കുറച്ച് പോകുമ്പോഴത്തേക്ക് ഈ കാണുന്ന പോലത്തെ ഒരു വ്യൂ ആണുള്ളത്. ഇവിടെയാണ് നമ്മളെ ഡെഡിൻ്റെ ലാസ്റ്റ് വ്യൂ പോയിന്റ്. ഇതും വേറെ ലെവലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ മേഘങ്ങൾ ഇങ്ങനെ സ്പീഡിൽ പോകുന്നതിൻ്റെ നിഴൽ കാണാൻ പറ്റും. ഈ കാണുന്ന പോലെ തന്നെ ഈ താഴ്വാരത്തേക്കും ഒരു ബെഞ്ച് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോഴാണ് നമ്മൾ വന്ന വഴിയും താഴെ വിശാലമായി കിടക്കുന്ന തേയില എസ്റ്റേറ്റൊക്കെ കാണാൻ കഴിയുക. ഇങ്ങോട്ട് വരുമ്പം ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞൊരു വഴിയില്ലേ, അതാണ് ആ കാണുന്നത്. ഇവിടം വരെയാണ് നമുക്ക് വരാൻ പെർമിഷൻ ഉള്ളൂ. ഇതിൻ്റെ താഴേക്ക് മൊത്തം ഫോറസ്റ്റ് ആണ്. അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ നമുക്കില്ല. ആ കാണുന്നതാണ് ബ്രഹ്മഗിരി മലനിരകൾ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ച് രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ താഴെ കൂടെ വേറെ വഴിയുണ്ട്. ആ വഴി കൂടെ നമുക്ക് ആദ്യത്തെ കൗണ്ടറിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. തിരിച്ച് നമ്മൾ കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടുന്ന് റൈറ്റിലേക്ക് ആ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ ഇവിടുന്ന് നടക്കാൻ വേണ്ടി തുടങ്ങാം. 800 മീറ്ററാണ് ഏറ്റവും ടോപ്പിലേക്ക് നടക്കാനുള്ളത്. പക്ഷേ ആ 800 മീറ്ററിലെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഓരോ കാഴ്ചകളാണ്. ഫസ്റ്റ് വ്യൂ പോയിന്റിൻ്റെ ആ ഒരു ബെഞ്ചാണ് ആ കാണുന്നത്. പറഞ്ഞ പോലെ തന്നെ നിർത്താതെയുള്ള കാറ്റാണ്. അതുകൊണ്ട് ചെറിയൊരു വെയിലുണ്ടെങ്കിൽ പോലും നമുക്കൊരു തരി പോലും ചൂടെടുക്കില്ല. അത്രയും തണുത്ത കാറ്റാണ് വീശുന്നത്. നമ്മൾ എപ്പോഴും ഇവിടെ പോയിട്ടുണ്ടെങ്കിലും തീരെ തിരക്കുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു ഉപകാരം. ആരും അധികം വരാത്തത് കൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരിക്കും എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും.
ഇത്രയും തുറന്ന ഒരു പ്രദേശത്ത് പെട്ടെന്ന് ഉള്ളിൽ ചെറിയൊരു കുറ്റിക്കാട് കണ്ടു. നല്ല ഇരുട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ദാ ആ കാണുന്ന കുന്നിൻ്റെ മുകളിലേക്കാണ് നമുക്ക് ഇനി നടക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു വ്യൂ പോയിന്റ് കണ്ട ആൾക്കാർ തിരിച്ചു പോകാറാണ് പതിവ്. പക്ഷേ ഈ ഒരു വ്യൂ പോയിൻ്റാണ് അതിലും കിടിലായിട്ടുള്ളൊരു ഫീൽ കിട്ടുന്നത്. അങ്ങ് ദൂരെ താഴെ നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ടുണ്ട്. അതിൽ കറണ്ട് ഉണ്ടാവും, അതിൽ പോയി പിടിക്കരുത്. മുനീശ്വരൻ കുന്നിലെ ഈ ഒരു മരം വളരെ ഫേമസ് ആണ്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ പുതിയതായിട്ട് ശ്രീബുദ്ധൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു പുതിയ പ്രതിമ ഉണ്ടാകുന്നുണ്ട്. ദാ ഇവിടെ എത്തിക്കഴിയുമ്പം അടുത്തൊരു വ്യൂ പോയിന്റ് കിട്ടുകയാണ്. ഇവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു വ്യൂ അത് വേറെ ലെവലാണ്. അങ്ങനെ അവിടുന്ന് പതുക്കെ നടന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് നടക്കുമ്പം ലെഫ്റ്റിലേക്ക് നോക്കുമ്പം ദാ ഇങ്ങനെയൊരു കാഴ്ചയാണ് കാണുക. എന്തൊരു കിടിലൻ ഫീലാണെന്നറിയോ ഈ ഒരു സൈഡിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തി താഴേക്ക് നോക്കുമ്പോഴാണ് മുനീശ്വരൻ കുന്നിൻ്റെ യഥാർത്ഥ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. ഇതിനെ കൊണ്ടാണ് ഇത് വയനാട്ടിലെ വാഗമൺ എന്നറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ 800 മീറ്റർ നടന്നിട്ട് ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ്. ഇവിടെ കുറച്ച് കാടൊക്കെയാണ്. ഇവിടെ അങ്ങനെ അധികം പേര് വരാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള റൂട്ടൊന്നുമില്ല. ഇതിലൂടെ നമുക്ക് ജസ്റ്റ് ഇറങ്ങിയിട്ട് അതിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കാം. ആ ഒരു കുറ്റിക്കാട്ടിലൂടെ നടന്ന് നമ്മൾ ഇതേപോലെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് എത്തുകയാണ്. ഇതാണ് ഡെഡ് എൻഡ്. ഇവിടുന്ന് താഴെ ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ യൂട്ടേൺ എടുത്തിട്ട് റൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ച് നമ്മളെ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് മൊത്തം ഓപ്പോസിറ്റുള്ള ഈ ഒരു മലയുടെ വ്യൂ ആണ്. ശരിക്കുള്ള ഭംഗി കാണണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ വരണം. അങ്ങനെ ആ ചരിവിലൂടെ തിരിച്ചു നടന്ന് നമ്മൾ ദാ മുനീശ്വരൻ കുന്നിൻ്റെ മൊത്തം വ്യൂ കാണുന്ന ഈ ഒരു പാറയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ശരിക്കും നമുക്ക് ആ മുനീശ്വരൻ കുന്നിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു വ്യൂ കാണാൻ പറ്റുക. നല്ല വീശി അടിക്കുന്ന തണുത്ത കാറ്റും കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കാൻ അടിപൊളിയാണ്. മേഘങ്ങൾ ഇതേപോലെ ഓടി മാറുന്നതും നമുക്ക് നേരിട്ടിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു പ്രതിമയുടെ പണി മൊത്തമായിട്ട് കഴിയുന്നതോടുകൂടി നല്ല രസമുള്ളൊരു വ്യൂ പോയിന്റ് ആയിരിക്കും ഈ കാണുന്നത്. കാരണം കണ്ടില്ലേ, ഈ ഒരു ഫ്രെയിമായിരിക്കും ഇനിയുള്ള വീഡിയോസിൻ്റെയൊക്കെ തംബ്നെയിലായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ ഏറെക്കുറെ നടന്ന് താഴെ എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ എപ്പോഴും കറണ്ട് ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഏതൊക്കെയോ ചെക്കന്മാർ വന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പിടിച്ച് ഷോക്ക് അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർക്ക് ചെയ്ത സമയത്തെ പോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ചുറ്റും വേറെ ഒരു വണ്ടി പോലും ഇല്ല. അങ്ങനെ മുനീശ്വരൻ കുന്നിലെ ആ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വണ്ടി എടുത്തു. ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയതുകൊണ്ടാണ് ഈ ഒരു കാലാവസ്ഥ. ഉച്ചയ്ക്ക് ശേഷം ചിലപ്പം നല്ല മഴയും ഒടുക്കത്ത മഞ്ഞുമായിരിക്കും. മഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു വിഷ്വൽ പോലും നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇങ്ങോട്ട് വരുമ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വെതറായിരിക്കും. മൊത്തത്തിൽ ഭയങ്കര കാറ്റും മഞ്ഞും കോടയും ഇറങ്ങിയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത തണുത്തൊരു കാലാവസ്ഥയായിരിക്കും. തിരിച്ച് മാനന്തവാടി തലപ്പുഴ ഹൈവേ കയറിയ വഴിക്ക് തന്നെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് സ്ഥിരം ഒരു സംഭവമുണ്ട്. നമ്മൾ പാരിസൻ്റെ എസ്റ്റേറ്റ് ടീ ഫാക്ടറി ഇവിടെ ഡയറക്റ്റ് ഉണ്ട്. നമുക്കിവിടെ നല്ല ചായപ്പൊടി മേടിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ കൂടെയുള്ളവൻ കോട്ടയത്തുനിന്ന് വന്നതാണ്. അപ്പോൾ അവന് ചായപ്പൊടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് നല്ല അടിപൊളി ചായപ്പൊടി മേടിച്ചിട്ടാണ് തിരിച്ചു പോയത്. ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് വരുന്ന ഈ ഒരു ഫ്രൂട്ട് ഇവിടെ കണ്ടു.
അബിയു എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. ഇത് ഇവരുടെ എസ്റ്റേറ്റിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ്. നമ്മുടെ പി രാജീവ് വ്യവസായ മന്ത്രിയൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് ഉദ്ഘാടനം ചെയ്ത ഒരു പ്ലാന്റേഷനായിരുന്നു. അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു ഫ്ലഷി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. അങ്ങനെ അവിടുന്ന് ചായപ്പൊടിയും മേടിച്ച് ഈ അബിയു ഫ്രൂട്ട്സും കുറച്ച് വീട്ടിലേക്ക് മേടിച്ച് നമ്മൾ നേരെ തിരിച്ച് മാനന്തവാടിക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുനീശ്വരൻകുന്നിലെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇറ്റ്സ് മീ മനുശങ്കർ സൈനിങ് ഓഫ്.